പിന്നെ പലരും പറയും ഫീച്ചേഴ്സ് വേണ്ട, അത് മതി, ലെഗസി മതി, മറ്റത് മതി, മറിച്ചത് മതി എന്നൊക്കെ. പക്ഷെ അവർ ഈ പൈസക്ക് ഈ ഇത്രയും വാങ്ങുന്ന, ഞാൻ പറഞ്ഞില്ല 50 ലക്ഷം രൂപ വണ്ടി എടുത്തപ്പോൾ, ആ 50 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കായിരുന്നു എൻ്റെ അത്. എനിക്ക് തോന്നുന്നു ഒരു 10,000 ബിലോ, അതായത് 6 to 10 ഉള്ളിലേ സർവീസ് കോസ്റ്റ് ഉള്ളൂ. ഇത്രയും വലിയ വണ്ടി. ബ്രേക്ക് പാഡിന് ഒരു സെറ്റിന് 4,800 രൂപ എത്ര ഉള്ളൂ. 1,06,000 കിലോമീറ്റർ കിട്ടി എനിക്ക് BF കൊണ്ടിരിച്ച്. ടയറിലോ? ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ XCV 9 വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് നമുക്കൊരു കമ്പാരിസൺ വന്നു. അതിന് ടൊയോട്ട ഫോർച്യൂണർ ആണോ എൻഡവർ ആണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു എൻഡവർ 2 lakhs ഒരു വീഡിയോ ചെയ്യണമെന്ന്. സാധാരണ രീതിയിൽ നമുക്ക് ടൊയോട്ട വണ്ടിയിൽ മാത്രം ലക്ഷങ്ങൾ കണ്ടുവരുമ്പോൾ ഇവിടെ ഫോർഡ് എൻഡവർ എന്നൊരു വണ്ടി ഓൾമോസ്റ്റ് 2 lakhs കിലോമീറ്റർ റീച്ച് ആയിക്കാണ്. 1,90,000 കിലോമീറ്റർ റീച്ച് അയക്കുന്ന വണ്ടിയാണ്. 2019 3.2 ലിറ്റർ ടൈറ്റാനിയം പ്ലസ് 5 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. ടോർ കൺവേർട്ടറാണ്. സോ ഇതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഐ ഫീൽ പെറ്റി ഓൺ ഫോർച്യൂണർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2019 എൻഡവറിലുള്ള 4 ഫീച്ചേഴ്സ് പോലും ഇപ്പോഴും ഫോർച്യൂണറിലില്ല എന്നുള്ള ഒരു എന്നാ പറയുക, ഒരു നെഗറ്റീവ് ഇപ്പോഴും അത് നമുക്ക് മാറ്റി പറയാൻ സാധിക്കത്തില്ല. സോ വാട്ട് ഈസ് എൻഡവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ്. ഇത് വൺസ് യു എൻജോയ്ഡ് എ എൻഡവർ നെവർ ഗെറ്റ് ബാക്ക് ഫ്രം ദാറ്റ്. അതായത് എസ്പെഷ്യലി എടുത്തുകൊണ്ടൊരു കാര്യമാണ് എൻഡവർ ഒന്ന് യൂസ് ചെയ്താൽ പിന്നെ. സോ ഫോർച്യൂണർ എന്നുള്ള ചിന്താഗതി ഇല്ല. അപ്പം നമ്മളിപ്പം നമ്മുടെ കൂടെ യൂസറായിട്ട് വരുന്നത് നിഖിൽ ബ്രോ ആണ്, നിഖിൽ വർഗീസ് ബ്രോ ആണ്. നിഖിൽ ബുൾഡോസർ എന്ന അവർ നാമത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെടുന്ന ഈസ് ആൻ ഓഫ് റോഡർ. ഒഫീഷ്യലി 6 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഒരു കാര്യം എസ്പെഷ്യലി ഇവിടെ എടുത്തുകൊണ്ട കാര്യം, ഓൾമോസ്റ്റ് 6 കൊല്ലം കൊണ്ട് 2019 വണ്ടി 6 കൊല്ലം കൊണ്ട് റീച്ച് ചെയ്തേക്കുന്നത് 2 lakh കിലോമീറ്റർ ആണ്. സോ ഇറ്റ്സ് എ ലോങ് ടൈം റിവ്യൂ. ഒരു സിംഗിൾ ഓണർ 2 lakhs കിലോമീറ്റർ. ഇപ്പോഴും ഈ വണ്ടി അല്ലാതെ നിഖിൽ ബ്രോ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന വണ്ടി ഇതാണ്. ഫോർച്യൂണർ യൂസ് പോലും ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത്. സോ നിഖിൽ ബ്രോയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇന്ന് വീഡിയോയിൽ വരുന്നത്. അപ്പം അധികം പറഞ്ഞ് വെറുപ്പിക്കേണ്ട, നമുക്ക് നിഖിൽ ബ്രോയെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡേറ്റാസും അനലൈസ് ചെയ്യും എല്ലാം നമുക്ക് നടത്താം. നിഖിൽ വർഗീസ് ബ്രോ ആണ്. ശരിക്കും ഒരു മുഖവരയുടെ ആവശ്യമില്ല. നമ്മുടെ ഇതിനു മുമ്പത്തെ XCV 9 വീഡിയോക്കകത്ത് തന്നെ ഓൾറെഡി സുപരിചിതനായ മുഖമാണ്. ഓഫ് റോഡറാണ്. മുഖം പറയാൻ പറ്റില്ല, മുഖം മാറി ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്താണല്ലേ. ഒരു കാര്യം ഷേവ് ചെയ്താണ്. അതുകൊണ്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്നാലും അല്ലേ, ചെറുതൊന്നല്ല, നല്ല ഡിഫറൻസ് കാണായിരിക്കും. അതെ, ആദ്യം തന്നെ ഞാനൊരു ചോദിക്കുന്നതുകൊണ്ട് വേറെ വിചാരിക്കല്ലേ, മീൻസ് ചോദിച്ചു തുടങ്ങുന്നതാണ്. ഇപ്പം നിഖിൽ ബുൾഡോസർ എന്നാണല്ലോ സാധാരണ ഈ നിക് നെയിം, അല്ലെങ്കിൽ നമ്മുടെ ഇതായിട്ടാണല്ലോ ബുൾഡോസർ എന്നൊക്കെ വിളിക്കുന്നത്. അത് ഒഫീഷ്യലി സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ. അതായത് അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒന്നും എനിക്ക് ഈ സൈസൊക്കെ നീ ചോദിച്ചില്ലേ നേരത്തെ, ഈ വണ്ടി എടുത്തേക്കുമ്പോൾ ഞാൻ വലുതും, അല്ല വണ്ടി ചെറുതും ഞാൻ വലുതും, നീ നിൽക്കുമ്പോൾ വണ്ടി വലുതും ഞാൻ ചെറുതും. അതെന്റെ മെയിൻ കാരണം. ബുൾഡോസർ എന്നുള്ള സെറ്റപ്പ് അതില് മെയിൻ കാര്യം വെച്ചാൽ, നമ്മൾ 2015 ഞാൻ പറഞ്ഞേ താരെടുത്തു. അന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അന്നപ്പോ എനിക്കൊരു പേരിന് ഒരു രസത്തിന് വേണ്ടിയിട്ട് അന്നൊരു രസത്തിന് വേണ്ടി നമ്മള് ബുൾഡോസർ എന്നും പറഞ്ഞ് വലുതാക്കി എഴുതി വെച്ചു വണ്ടിയുടെ മുകളിൽ. പിന്നെ ആൾക്കാർ ആരെങ്കിലൊക്കെ നമ്മൾ അറിയണത്, റേസ് ഓടിച്ചു തുടങ്ങി പറയണത് ബുൾഡോസറിന്റെ പേരായി. അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് വെറുതെ നിക്സ് ബുൾഡോസർ എന്നുള്ളൊരു പേര് ഇട്ടു. നിഖിൽ വർഗീസ് ഇട്ടപ്പോൾ അതിൽ വേറെ പേരുകൾ വന്നു. കാരണം വേറെ പേരുള്ളതുകൊണ്ട് കിട്ടില്ല. എന്നാ പിന്നെ ബുൾഡോസർ എന്നാക്കാന്ന് വെച്ചു. പിന്നെ അത് അങ്ങോട്ട് മൊത്തമായി. ഒഫീഷ്യലി അങ്ങനെയാണ് അറിയപ്പെടുക. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ബുൾഡോസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഫീൽ സന്തോഷമാണല്ലേ. ശരിക്കും ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റ് 6'2". വെയിറ്റ് എത്ര വരും? 100+. അയ്യോ, അതിലൊക്കെ അതുണ്ട്. ഞാനൊരു 128 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 120 റേഞ്ച് ഉണ്ടല്ലേ. അപ്പൊ അവന്റെ ഹൈറ്റ് മാത്രം നമുക്ക്, അതുകൊണ്ടാണ് ഇവൻ പോലും ചെറുതായിട്ട് തോന്നുന്നത് അല്ലേ. സോ ആ പേര് നമുക്ക് അഡാപ്റ്റബിൾ ആണല്ലേ. അതുകൊണ്ട് സന്തോഷമുള്ള കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ ആൾക്കാർ തടിയാന്ന് വിളിക്കണേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ബുൾഡോസറിനൊക്കെ വിളിക്കണത്. അതാകുമ്പോ ഒരു ബോഡി ഷേമിംഗ് തോന്നില്ല, നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തോളും ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് പേരോ
ഓർമ്മയിൽ ഇരുന്നോളൂ. അതെ, അതായാലും ഇവിടെ ചെല്ലുമ്പോഴായാലും നമ്മളെ റേസ് മര്യാദയ്ക്ക് ഇപ്പോൾ ആ വണ്ടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ ചിലപ്പോൾ കാസർഗോഡായാലും തിരുവനന്തപുരമായാലും ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഈ ഒരു പേര് അങ്ങനെ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫെമിലിയാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതെ, പിന്നെ എല്ലാവരും ഞാൻ നോക്കിയപ്പോൾ ഇതിലുള്ള എല്ലാവരും ഓരോരോ വണ്ടികൾക്ക് പേരിട്ടുന്നു, മറ്റേ അവരുടെ ഇൻസ്റ്റാഗ്രാം ആ പേരാക്കുന്നു, അങ്ങനെ കുറേ ഇതുകളുണ്ടായിരുന്നു. 2015 ശേഷമാണ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇങ്ങനെ വണ്ടികളുടെ ഇതൊക്കെ വന്നു ട്രെൻഡിങ് തുടങ്ങി. അതുപോലെ ടിക്ടോക്കിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അതെ, അതിലൊക്കെ ഈ പറഞ്ഞ പോലെ പേരുകൾ വന്നത് അങ്ങനെ ഇതാണ്, ഒരാളുടെ പേര് കഴിഞ്ഞാൽ അടുത്തത് വരും, അതൊക്കെ ഇതിനോട് ചേർന്ന് വന്നതാണ് കാര്യങ്ങൾ വന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ പേരിന്റെ ഉത്ഭവം അല്ലേ? ഓക്കെ, നമ്മുടെ അപ്പം എൻഡവർ ഇതിപ്പോൾ 2019 മോഡൽ അല്ലേ? 2019 സെപ്റ്റംബർ വണ്ടി. ഓക്കെ, 3.2 5 സിലിണ്ടർ ടൈറ്റാനിയം ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ, അപ്പം ഒരു 6 കൊല്ലം അപ്രോക്സിമേറ്റ്ലി 6 കൊല്ലം ആവുന്നുള്ളൂ. 6 കൊല്ലമായി. അതിന് 1.90 അല്ലെങ്കിൽ 2 lakh നിയർലി. 1.9 ആയി. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ക്രിസ്റ്റ ഉണ്ടായിരുന്നു, അത് ഒരു 1.90 അടുത്ത് ഓടിയായിരുന്നു. അത് ഓടി. അത് ഞങ്ങൾക്ക് ആ സമയത്ത് മൊത്തം വർക്ക് തിരുവനന്തപുരം, പാലക്കാട്, മംഗലാപുരമൊക്കെ, കണ്ണൂരൊക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓട്ടമായിരുന്നു. ഈ വണ്ടി ഓടാത്ത സ്ഥലങ്ങളില്ല, അതേപോലെ ആയിരുന്നു. പിന്നെ ആകെ ഓടിച്ചതിൽ ഇപ്പൊ ഞാനും എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഒരാള് ബെൻസ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, പിന്നെ അവനും പിന്നെ ഒരു തോംസൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവർ 2 പേരും കൂടി മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇത് ഞാൻ തന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അങ്ങനെ അതുകൊണ്ട് കുറെ ഓടിയിട്ടുണ്ട് വണ്ടി. ശരിക്കും എൻഡവർ എന്നുള്ള ചോയ്സിലേക്ക് അല്ലെങ്കിൽ ഓഫ് റോഡർ ആയതുകൊണ്ടാണോ? ആ സമയത്ത് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, മീൻസ് ഈവൻ ഫോർച്യൂണർ ഉണ്ട്. ഇപ്പൊ ഞാൻ അന്നൊരു ഫോർച്യൂണറിനെ പറ്റി പറഞ്ഞതിന് എന്തൊക്കെയാ ആൾക്കാർ പറഞ്ഞു. ഫോർച്യൂണറിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് അന്ന് ഞങ്ങൾക്ക് പഴയ ഫോർച്യൂണർ ഉണ്ടായിരുന്നു, 2013 മോഡൽ ഉണ്ടായിരുന്നു. അത് 2.5 ലക്ഷം ഓടിച്ചു. ഓക്കെ, അന്ന് അത് കഴിഞ്ഞ ക്രിസ്റ്റ എടുത്തത്. 2.5 ലക്ഷം ഓടിച്ചതിൽ വണ്ടി അടിപൊളി വണ്ടിയാണ് ശരിക്കാണ്. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ തന്നെയാണ് പുലി. ഭയങ്കര ഡിഫറൻസ്. അതെ, പിന്നെ അഫ്കോഴ്സ് അത് നിനക്ക് ഇപ്പൊ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുമ്പോഴും അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോഴും അറിയാലോ, നിനക്ക് ഫീൽ ചെയ്യല അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞു, ഇൻട്രോ പറഞ്ഞു, ഇപ്പൊ ശരിക്കും 2019 ഈ എൻഡവർ ഇവിടെ കിടക്കുമ്പോൾ 2025 ഫോർച്യൂണർ നമുക്ക് അവരോടൊരു ഷെയിമായിട്ട് തോന്നുന്നു. അത്രയും ഫീച്ചേഴ്സ് അന്നുണ്ട്. അതെ, പിന്നെ പലരും പറയും ഫീച്ചേഴ്സ് വേണ്ട, അത് മതി, ലെഗസി മതി, മറ്റത് മതി, മറിച്ചത് മതി എന്നൊക്കെ. മറ്റേ അത് ഈ പറഞ്ഞ പോലെ എന്താ അതിന് പറയാ, അത് പറഞ്ഞാൽ കൂടി പോകും, വീണ്ടും വൈറലായി പോകും. നീ അവസാനം മറ്റേ മ്യൂട്ട് സാധനം കൊണ്ടുവരും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വണ്ടിയൊക്കെ എൻ്റെ ഫോർച്യൂണർ എനിക്ക് അടിപൊളി ഇഷ്ടമാണ്, നല്ല വണ്ടിയാണ്, ഓടിക്കാനൊക്കെ രസമാണ്. പക്ഷെ അവർ ഈ പൈസക്ക് ഈ ഇത്രയും വാങ്ങുന്നത്, ഞാൻ പറഞ്ഞില്ല 50 ലക്ഷം രൂപ വണ്ടി എടുത്തപ്പോൾ, ആ 50 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കായിരുന്നു അതിൻ്റെ അകത്ത്. ഇത് ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂവിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും 2010 വലിയ വണ്ടി എടുത്തപ്പോൾ എത്ര രൂപയായി? 40.5 ഓൺ റോഡ് പൈസ. അന്ന് 40 ഉള്ളൂ. ഇപ്പൊ ഈവൻ ഇന്നൊരു അന്ന് ലാസ്റ്റ് ഈ വണ്ടി നിർത്തുന്ന സമയത്ത് 44 ആയിരുന്നു. 44 സംതിങ് ആയിരുന്നു ടോപ്പ് വേരിയന്റ് വരുമ്പോൾ. ഓക്കെ, അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കിലോമീറ്റർ അല്ല ഈ ഒരു 6 കൊല്ലം കൊണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മോസ്റ്റ്ലി എങ്ങനെ വണ്ടി ഒരു സ്റ്റിൽ ഫീലിംഗ് എങ്ങനെ ചെയ്യുന്നു? എനിക്ക് ടു ബി ഹോണസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ടച്ച് വുഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതുവരെയായിട്ടും ഒരു പണിയോ വഴി നിർത്തുന്ന വണ്ടി തന്നിട്ടില്ല. ഇതുവരെയായിട്ടൊരു മേജർ സാധനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടില്ല. ഓയിൽ ചേഞ്ച്, അതേപോലെ കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ബ്രേക്ക് പാഡ്സ്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഈ ലോറാം പോയി നമ്മൾ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്, അയൺമാൻ ചെയ്തു. ഞാൻ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ചെയ്തതാണ് സസ്പെൻഷനും ഈ വീലും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ടയറൊക്കെ. അപ്പോൾ അതിന് ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 170 സർവീസിൽ ആമ് മാറ്റേണ്ടി വന്നു. ആമിൻ്റെ ലോറാമിൻ്റെ അസംബ്ലി മാറ്റേണ്ടി വന്നു. അസംബ്ലി അല്ല, ജസ്റ്റ് മുകളിലത്തെ അതിൻ്റെ ബുഷുകളും കാര്യങ്ങളൊക്കെ. അസംബ്ലി ഒന്നും മാറ്റണം വന്നിട്ടില്ല, ബുഷുകളും അതിൻ്റെ കാര്യങ്ങളും വേറെ ഒന്നും ഇതിലായിട്ടും മാറ്റണം വന്നിട്ടില്ല. ലോറാം ശരിക്കും ഇത്രയും ലൈഫൊക്കെ കിട്ടുമോ അതിന്? അതെനിക്കറിയില്ല അത് എന്താ കിട്ടണമെന്നുള്ളത്. പിന്നെ എനിക്ക് നമ്മൾ ഹിസ്റ്ററി നോക്കി അറിയാൻ പറ്റും. എനിക്ക് ബ്രേക്ക് പാഡ് 60,000 കിട്ടിയ വണ്ടിയുടെ 60,000 കിലോമീറ്റർ സിംഗിൾ സ്ട്രെച്ച്. 30,000 നോർമലി മാറേണ്ട ഇത് വരാറ്. പക്ഷെ എനിക്ക് 60,000 കിട്ടി. അപ്പോൾ ഒരു ഡ്യൂറിംഗ് ദി എക്സ്പീരിയൻസ് ഒരു 3 പ്രാവശ്യം ബ്രേക്ക് പാഡ് മാറിയോ? അപ്പോൾ നിലവിൽ ഒരു പ്രാവശ്യം 65 ആ റേഞ്ച് കിട്ടി. പിന്നെ ഉള്ളതൊക്കെ 45 ആ റേഞ്ചിലാണ്. 45 ഒറിജിനൽ സാധനത്തിന് നമുക്ക് 60 ലൈഫ് ഫസ്റ്റ് ടൈം വന്നല്ലേ? അല്ല, രണ്ടാമത് മാറ്റിയാണ് 65 കിട്ടിയത്. അതെല്ലാം ഒറിജിനൽ തന്നെ. വണ്ടി ഷോറൂമിൽ അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോലും ഒരു ചെറിയ പാർട്സ് മാറ്റി അല്ലെങ്കിൽ എന്ത് പോലും ഇത് ചെയ്തിട്ടില്ല. ഫുൾ ഷോറൂമിലാണ് ഡ്യൂറിംഗ് ദിസ് 2 lakh എല്ലാവരും എല്ലാം അല്ലേ?
സോ ഇത് തന്നെയാണോ പ്രൈമറി ഒബ്ജക്ഷൻ? ഐ മീൻസ് ഫീച്ചേഴ്സ് തന്നെയായിരുന്നോ, അല്ലെങ്കിൽ കമ്പയറിംഗ് ടു ടൊയോട്ട അത് തന്നെയായിരുന്നോ ഇത് എടുക്കാനുള്ള ഒരു പ്രൈമറി? എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു, അവനും ഫസ്റ്റ് ഇതെടുത്തു. ഫസ്റ്റ് അവനെടുത്തത്. അവൻ 3 മാസം മുമ്പ് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു. എൻഡേവർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഫീലിംഗ് ആയിരുന്നു. അത് കയറി വരുമ്പോഴാണ് അവർ ഒന്ന് ആ എഞ്ചിൻ ചേഞ്ച് വരുത്തിയത്. 3.2 ആക്കി മാറ്റി 2 ലിറ്റർ 10 സ്പീഡ് ആക്കി. അതിൽ തന്നെ പോയി. അത് ശരിക്കും പറഞ്ഞാൽ ആ ഈ 3.2 എഞ്ചിൻ്റെ ഒരു സുഖം അതിന് കിട്ടൂല. അത് ഈ 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ചേഞ്ചും അല്ല, ടോപ്പ് എത്തിയാലല്ലേ പിന്നെ അതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3.2 ആയിരുന്നു സാധനം. അതായത് ഒരു 2019 തൊട്ട് 20 ലാസ്റ്റ് വരെ വണ്ടി വരണ ഇറങ്ങിയിരുന്നു. അതാണ് ഈ വണ്ടികൾ ലാസ്റ്റ് എഡിഷൻ വേണമെങ്കിൽ പറയാം. ആ 3.2 അതായത് ഫീച്ചേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ ടെയിൽ ഗേറ്റ്, പുഷ് ബട്ടൺ, ഇതൊക്കെ വന്നത് അതിലാണ്. അതാണ് ഒരു ഏറ്റവും ഇപ്പോൾ ഫുൾ ഓർഡർ ആയിട്ടുള്ള വണ്ടി ആ സമയത്ത് ഇറങ്ങിയത് ഈ മോഡലായിരുന്നു. അതുകൊണ്ട് ഈ വണ്ടിക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. അതെ, നല്ല വിലയാണ്. നമ്മൾ ഇത്ര ഓടിയിട്ട് കൊടുത്താലും വിലയുണ്ട്, ആ വണ്ടിക്ക് വിലയുണ്ട്. ഡ്യൂറിംഗ് ദിസ് 2 lakh കിലോമീറ്റർ ഒരു അതായത് ഹൈവേ, ഓഫ് റോഡ്, നോർമൽ റോഡ്സ്, ഇതിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ വേദനിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, പവറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ എൻഡേവറും ഫോർച്യൂണറും വെച്ചൊരു അത്യാവശ്യം ഒന്ന് പിടിച്ചു നോക്കാം. അതായത് ഹൈവേ ആയാലും നമ്മുടെ ഓഫ് റോഡ് സ്ഥലങ്ങളായാലും. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് സാധനം ഡിഫറൻസ് ലോക്ക് ഉണ്ടായിരുന്നു അന്ന് മുതൽ. അതൊന്നും വേറൊരു ഈ കാറ്റഗറിയിൽ ഇത്രയും പൈസകളുള്ള വണ്ടികൾക്ക് അന്ന് ഉണ്ടായിട്ടില്ല. 19ലെയും 18ലെയും കാര്യമൊക്കെ പറയണേ. ഇപ്പം ഉണ്ട്, ഇപ്പം മിക്ക വണ്ടികൾക്കും ഇപ്പം ഗൂർക്ക ഇത് ജസ്റ്റ് സ്വിച്ചിലുള്ള സാധനങ്ങളാണല്ലോ അതൊക്കെ. ഹിൽ ഡിസൻ കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഹോൾഡിങ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളിലും അന്ന് ഉണ്ടായിരുന്നു. കാർപ്ലേ, പിന്നെ സൺറൂഫ്, 1 ടച്ച് സൺറൂഫ് ഉണ്ടായിരുന്നു, 1 ടച്ച് വിൻഡോ ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതൊരു പിന്നെ 2 സീറ്റും, ആ സീറ്റ് ഈ സീറ്റും ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ്. ഒന്നും അത്യാവശ്യം സീറ്റിന്റെ വലിപ്പം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലെഗ് സ്പേസ് അറിയാലോ, ലെഗ് സ്പേസ് അറിയാം. പിന്നെ ഞാൻ ഇരിക്കുമ്പോൾ ഏറ്റവും ഫുള്ള് ഇറക്കിയിട്ടായിരിക്കാം, എന്നാലും ബാക്കിലെ ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്കിൽ ബൂട്ട് സ്പേസ് ഫ്ലാറ്റ് ആയി പോകും. നമ്മുടെ ഈ സീറ്റ് സ്വിച്ച് ആയതുകൊണ്ട് സ്വിച്ചിൽ ചെയ്യുമ്പോൾ ഫുള്ള് ഫ്ലാറ്റ് ആയി പോകും. ഞങ്ങൾക്ക് ഞങ്ങൾ കോൺട്രാക്ടർമാരായതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ സാധനം ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ എൻ്റെ ഈ ബാക്കിലെ സീറ്റ് മാക്സിമം തുറക്കാറില്ല, എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കുറേ ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുപോകാം. നല്ല സ്പേസ് ആണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ. ഈ സീറ്റും കൂടി മലത്തി കഴിഞ്ഞ് നേരെ ആയി കഴിഞ്ഞാൽ ഫുൾ ബെഡ് പോലെ. കുറെ അന്ന് ഇവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് വണ്ടിയില്. പക്ഷെ അത് അതേ ഒരു ഫ്യൂച്ചറെ മുൻനിർത്തി കണ്ടുകൊണ്ട് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തൊരു. എനിക്ക് തോന്നുന്നു ഫോർഡ് പോയില്ലായിരുന്നെങ്കിൽ അത്യാവശ്യം ഫോർച്യൂണറിനെക്കാളും നന്നായിട്ട് സെയിൽ. ഞാൻ എന്റെ പണ്ട് തൊട്ടുള്ള വീഡിയോക്കകത്ത് പറഞ്ഞാണ്, ഫോർച്യൂണർ എന്നോട്ട് പേരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻഡവറിന്റെ പതനത്തിന് ശേഷം, എൻഡവറിലെ ഫോർഡിന്റെ പതനത്തിന് ശേഷം. എൻഡവർ എന്നുള്ള സെഗ്മെന്റിൽ അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. ഫോർഡ് എൻഡവർ വന്നത് ഈ മോഡൽ വന്നേ പിന്നെയാണ് ഫോർഡ് കയറിയുള്ളൂ. അതിനു മുമ്പ് ഫോർഡ് ഒന്നുമല്ലായിരുന്നു. മറ്റേ എന്റെ തണ്ടർ പ്ലസ് ഒക്കെ ഇറങ്ങിയപ്പോ ഒന്നുമല്ലായിരുന്നു വണ്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ 2016 16 ഈ വണ്ടി ഇറങ്ങിയത്. 15-16 ഇറങ്ങിയത്. ആ സമയത്ത് ആണ്, അതിനുശേഷമാണ് ഈ വണ്ടി കയറി വന്നത്. അത് 16 17 വണ്ടിക്ക് മാർക്കറ്റ് ഉണ്ടായില്ല. ഒരു 18 കഴിഞ്ഞപ്പോഴാണ് ഇത് പൊളിച്ച് കയറി വന്നത്. ഒരു കൊളത്തിയത് അങ്ങനെയാണ്. അത്ര നാൾ ഫോർച്യൂണർ തന്നെയായിരുന്നു രാജാവ്. പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ. പിന്നെ ഈവൻ ഇത് പിന്നെ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും എല്ലാവരും അവരെല്ലാം എൻഡേവർ ഉണ്ടായിരുന്നു. മിക്കവരെയും എനിക്ക് അറിയുന്ന ഒരു 80% ആൾക്കാരും 4 വീലർ ഒരു SUV ഉണ്ടെങ്കിൽ അത് എൻഡേവർ ആയിരിക്കും. ഓക്കെ, അതൊരു പ്രൈഡ് മൊമെന്റ് ആയിട്ട് ആൾക്കാർ കാണുന്നു ഇപ്പോഴും അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു മാർക്കറ്റ്. ഒന്ന് ഈ ടൊയോട്ടയുടെ ലൈഫ് അടിപൊളിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, അതിന്റെ ഒരു മെയിൻ ഫാക്ട് ആണ് ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നമ്മൾ ഓഫ് റോഡ് കണ്ടീഷൻ, ഹൈവേ കണ്ടീഷൻ, നോർമൽ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈവേ തന്നെയാണ്. പിന്നെ ഓഫ് റോഡിങ് കുറച്ച് അത്യാവശ്യം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ ഈ വലിയ റിസോർട്ടുകളിലും മലയുടെ മുകളിലും അങ്ങനെ പോകാനായിട്ട് പൊളിച്ചിറക്കി പോകാനല്ല, നോർമൽ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ച് കയറുമല്ലോ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്യാം, അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. നമുക്കിപ്പോൾ നമ്മുടെ ബാക്കി വണ്ടികൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇത് പയ്യെ പിടിച്ച് അങ്ങനെ കയറി പൊക്കോളും. നമ്മൾ കയറിക്കുള്ള എഫേർട്ട് ഒന്നും എടുക്കണ്ട, തന്നെ കയറി പൊക്കോളും. ചുമ്മാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറിത്താൽ മാത്രം മതി. അത് മറ്റേ ഈ ഡിഫറൻസ് ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ പയ്യെ കയറി പോകും, പിടിച്ച് തന്നെ കയറി പൊക്കോളും. ശരിക്കും അത് SUVസിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ മാത്രമല്ല ഇവർ ഇറക്കുന്നത്, എല്ലാ ട്രാക്കുകളും
ജീപ്പിലൊക്കെ പോലെയുള്ള ട്രക്കുകളിൽ ഏത് ട്രാക്കിൽ ഇറക്കാനോ? ഇല്ല, ട്രാക്കിലൊന്നും അങ്ങനെ ഇറക്കല് ഇല്ല. SUV മറ്റേ നമ്മള് സ്പീഡ് ഇതുകൾ വരാറുണ്ട്. അപ്പൊ രസം വെറുതെ കാലെടുത്ത് ഓടിച്ചത്, വേറെ ഒന്നും ചെയ്യാം. വണ്ടിക്ക് ഡാമേജ് വരുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, അങ്ങനെ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ 190 ഒരു പ്രശ്നം പറ്റാണ്ടെങ്കിൽ നിൽക്കില്ല. മിനിമം ആക്സിലെങ്കിലും പൊട്ടിന്, ആക്സിൽ പോലും മാറണം, ഒന്നും പറ്റിയിട്ടില്ല. ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. പെർഫോമൻസ് ആൻഡ് ഇതിന്റെ ക്വാളിറ്റി. പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എടുത്ത അന്ന് തന്നെ ഞങ്ങൾക്ക് കോഡ് 6 ഉണ്ടായിരുന്നു. കോഡ് 6ന്റെ ടോണിംഗ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അന്ന് ഞങ്ങളുടെ പാർട്ട്ണർ അവരായിരുന്നു. ഞങ്ങളുടെ ഓഫ് റോഡിങ്ങിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടീമുകളാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ എൻ്റെ വണ്ടി അവൻ്റെ വണ്ടിയും സെയിം ഡേ തന്നെ, എൻ്റെ വണ്ടി എടുത്ത് അന്ന് തന്നെ അവൻ്റെ വണ്ടി ആ ദിവസം തന്നെ ചെയ്തു. പക്ഷേ എൻ്റെ വണ്ടി എടുത്ത് അന്ന് ഷോറൂമിൽ നിന്ന് അവർ യാർഡിൽ വെച്ച് തന്നെ പോയി ചെയ്തു. ആക്ച്വലി എൻ്റെ നോർമൽ പവർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. തന്നെ ചെയ്തു. അതെ, ഷോറൂമിന്റെ ഇതിൽ വെച്ച് തന്നെ അവർ ചെയ്തു തന്നിരുന്നു. കോഡ് 6 ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയറും അന്ന് തുടങ്ങി ബീഫ് കുട്ടറിച്ച് തന്നെയാണ് ടയർ. ബീഫ് കുട്ടറിച്ച് ടയറും 18 ഇഞ്ച് തന്നെ വീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി സൈസ് തന്നെ അലവിൽ കമ്പനി സൈസ് തന്നെ വീല്, കമ്പനി സൈസ് തന്നെ ടയറും 265 60 തന്നെ ടയറും, അതേപോലെ 18 സൈസ് തന്നെ ടയർ വീൽ സൈസ്. പിന്നെ കുറച്ച് ലിഫ്റ്റ് ചെയ്തു. കുറച്ച് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇതിൽ വരുന്നതാണ്. അയൺമാന്റെ മറ്റേ ഫോംസെൽ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. സ്പ്രിങ്ങിന്റെ ഹൈറ്റ് ആണ്, അല്ലാണ്ട് വേറെ ലിഫ്റ്റ് ആയിട്ടൊന്നുമില്ല. അത് ഇട്ട് ഓടിച്ചു നോക്കിയാൽ അതിന്റെ രസം അറിയുള്ളൂ. നമ്മൾ കോർണർ ഒരു 140 160 കോർണർ ചെയ്ത് വണ്ടി തിരിഞ്ഞു പോയാലും വണ്ടി ഇങ്ങനെ കയ്യിലിരുന്നു. അത് ഞാൻ ശരിക്കും ചോദിക്കാൻ പറ്റുന്നത്, കാരണം ഇത്ര ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി റോൾ ഉണ്ടാകത്തില്ലേ? ഇല്ല, ബോഡി റോൾ കുറവായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഒരു സസ്പെൻഷന്റെ ഗുണം. സസ്പെൻഷൻ സ്റ്റിഫാണ്. അപ്പൊ അതിന്റെ ഗുണം അത് നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതൊരു മെയിൻ ഫാക്ടർ. ഞാൻ അതാണ് ചോദിച്ചു വന്നത്. സോ അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത് പെർഫോമൻസിന്റെ കാര്യം എന്ന് വെച്ചാൽ ഡ്യൂറിംഗ് ദീസ് 2 lakh kilometers പെർഫോമൻസിന് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, യാതൊരു വിധ സ്റ്റിൽ, അതായത് നമ്മൾ ഇനിഷ്യലി എടുത്ത അതേ ഫീൽ തന്നെ ഇപ്പോൾ തുള്ളി പുക പോലും ഇല്ല വണ്ടിയിൽ. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഞാൻ മുമ്പ് നമ്മളോട് സ്റ്റാർട്ട് ചെയ്തിട്ടപ്പം പറയുന്നത് നിന്റെ അന്ന് 2019 ഈവൻ എൻ്റെ ഇപ്പോഴത്തെ സെയിം സൗണ്ട് തന്നെയാണ് വണ്ടിക്ക്, ഒരു മാറ്റമില്ല. കറക്റ്റ് ആയിട്ട് ഓയിൽ ചേഞ്ച് ഒക്കെ നടത്തി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. വണ്ടി ഷോറൂം സർവീസ് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടു കടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഇന്റർവെല്ലിൽ ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് എൻ്റെ മനസ്സിൽ. ചിലർക്ക് പണി കിട്ടിയിട്ടുണ്ടാവും, ചിലരുടെ ടർബോ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇതിലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും ഈ ഇത്രയും ഗ്യാപ്പിൽ ഗിയർ ബോക്സ്, എൻജിൻ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കമ്പോണൻസ്, അല്ലെങ്കിൽ എൻജിൻ പണി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഇതുവരായിട്ടൊന്നുമില്ല? ഒന്നുമില്ല. ഗിയർ ഓയിൽ മാറ്റി. ഗിയർ ഓയിൽ മാറ്റാന്ന് പറഞ്ഞാൽ ഒരു 1.5 കഴിയുമ്പോൾ നമ്മളിപ്പം ഗിയർ ഓയിൽ മാറ്റണം. അത് ഏത് വണ്ടിയിലും മാറ്റണം. അത് അവർ പറയും മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ചേഞ്ച് ഒന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ഏത് സമയത്തും വരും, പണി കിട്ടും. ഓക്കെ. അപ്പോൾ അത് മാറി. പിന്നെ മേജർ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു 1 lakh kilometer കഴിയുമ്പോൾ ഒരു മേജർ സർവീസോ അല്ലെങ്കിൽ അങ്ങനെ? ഇതിന് മേജർ സർവീസ് എന്ന് പറഞ്ഞൊന്നും ഇല്ല. അങ്ങനെ വന്നിട്ടില്ല. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഫാൻ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നമ്മളത് എല്ലാ വണ്ടിക്കും മാറണം. അതുള്ളൂ, പീരിയോഡിക് സർവീസിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രം അതിൻ്റെ പാർട്സിൻ്റെ വില കൂടാന്നല്ലാണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10,000 ബിലോ, അതായത് 6 to 10 സർവീസ് കോസ്റ്റ് ഉള്ളൂ. ഇത്രയും വലിയ വണ്ടി. ബ്രേക്ക് പാഡിന് ഒരു സെറ്റിന് 4,800 രൂപ എത്ര ഉള്ളൂ. ഫ്രണ്ടിലെ ഒരു സെറ്റിന് 4,800. ഇപ്പോൾ അവർ പുതിയ പാക്കേജ് ഇറക്കിയിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് 11 രൂപ ഇത്രയും കണ്ട് കംപ്ലീറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതായത് 4 വീലിനും കൂടെ എത്ര ആവുന്നുള്ളൂ? ശരിക്കും നോർമൽ വണ്ടികൾക്ക് തന്നെ ആ റേറ്റിലുള്ള കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു 16 സംതിങ് ആണ് 2 സൈഡും കൂടി. അതാണ് എൻ്റെ വണ്ടിക്ക് അധികം കൂടുതലാവും. ഞാൻ അതാണ് ചോദിച്ചത്. എൻ്റെ ഫ്രണ്ട് 2 ബ്രേക്ക് പാഡ് മാറി കഴിഞ്ഞാൽ തന്നെ 10,000 ആകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയും ഫോർഡിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പാർട്സിന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ശരിക്കും 2 കൊല്ലം എടുത്ത് 2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു കമ്പനി തിരിച്ചു പോവാണ്. അപ്പോൾ ഒരു ഫീലിംഗ് റിഗ്രറ്റ് അല്ലെങ്കിൽ എന്തിന് ഇത്ര നല്ല വണ്ടി വന്നിട്ടല്ലേ പോയവര്? ഓക്കെ, ഒരു 10 കൊല്ലം അഷ്യൂരിറ്റി തന്നു ഇവിടെ ബാക്കി കാണുമെന്നുള്ളത് അല്ലേ? റീസെയിൽ വാല്യൂ കുറയാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉള്ള നമുക്ക് റീസെയിൽ വാല്യൂ കുറയാന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹിച്ചു ഇതുവരെയും കുറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇത്ര നാളായിട്ട് ഇവന് യാതൊരുവിധ മടുപ്പും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ? ശരിക്കും 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫോർഡിനെ കുറിച്ച് അത്ര അഷ്യൂർ ചെയ്യുന്നില്ല. കാര്യം അതിൻ്റെ ചെറിയ വണ്ടികളിലൊക്കെ ഇവൻ ഓടുന്ന വണ്ടികൾ കാണും. മേ ബി നമ്മുടെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് എപ്പോഴും ടൊയോട്ടയെ കുറിച്ചായിരിക്കും. ടൊയോട്ട മാത്രമേ ഉള്ളൂ ഈ ലക്ഷങ്ങൾ, അല്ലെങ്കിൽ അതൊന്നും ഇവിടെ ഫോർഡും കൂടെ അവിടെ പ്രൂവൻ ചെയ്തേക്കുവാണ്. ഇവിടെ ഫ്രണ്ടിന്റെ വണ്ടി 3 lakhs കിലോമീറ്റർ ഉണ്ട്, 3 lakhs ആയിട്ടുണ്ട്. ഇത്രയായിട്ടും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു വിഷയമില്ല. ശരിക്കും സ്പെയർ അവൈലബിലിറ്റിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ? കാര്യം വെച്ചാൽ ഒരു പോയിട്ട് ഇപ്പം 4-5 കൊല്ലം ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. എഞ്ചിൻ വരെ മാറ്റി കൊടുക്കുന്നുണ്ട് കമ്പനി. അതായത് എഞ്ചിൻ വരെ ഇത്രയും പൈസ 4 ലക്ഷം കൊണ്ട് എഞ്ചിന്റെ വില എന്ന് തോന്നുന്നു. അതുവരെ ഈ പറഞ്ഞ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ എഞ്ചിനും കിട്ടും. എഞ്ചിൻ വരെ കിട്ടും. നമ്മൾ നോർമലി ഇപ്പം ഒരു സാധാരണ വണ്ടി ബുക്ക് ചെയ്യുന്നല്ലോ, എന്നെ ബുക്ക് ചെയ്തു.
സർവീസിന് ചെല്ലുമ്പോൾ നമുക്കിപ്പോൾ എഞ്ചിനിൽ എന്തെങ്കിലും മെയിൻ പാർട്സ് അല്ലെങ്കിൽ മെയിൻ കമ്പോണൻസ് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്ക് അവൈലബിലിറ്റി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് നോർമൽ വരുന്ന സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ആ ഡ്രൈവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമില്ലേ, അതിൻ്റെ അവിടുത്തെ ഒരു കവർ ഉണ്ട്. അത് പൊട്ടിയിട്ട് എനിക്ക് ഒരു 20 days വേണ്ടോന്ന് പറയാനായിട്ട്. ഓക്കെ, ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തു, അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നോർമലി അത് വേറെ ഷോറൂമിലാണെങ്കിൽ അത് ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്യണം, സ്റ്റോക്ക് ഉള്ള പാർട്സ് അത് വരണ കേസില്ല. അങ്ങനത്തെ പാർട്സുകൾ പ്രശ്നമാണ്. അല്ലാതെ ബാക്കിയെല്ലാം നോർമൽ ഷോറൂം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതെ, എല്ലാ പാർട്സും ഉണ്ട് അവരുടെ അടുത്ത്, എല്ലായിടത്തും ഉണ്ടല്ലോ. കൈകളിയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഇതിന്റെ ക്യാമറ, ബാക്കിലെ ക്യാമറയ്ക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ട്, അത് ഇപ്പോഴാണ് ഇപ്പൊ ഈ റീസെന്റ് വന്നിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതോടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റത്തിന്റെ അല്ല, സിസ്റ്റത്തിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും സെയിം സ്പീഡ് തന്നെയാണ്. ശരിക്കും ഈ വണ്ടിക്ക് എന്തെങ്കിലും കോട്ടിങ് വല്ലതും ചെയ്തിട്ടുണ്ടോ? കോട്ടിങ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലമുണ്ട്, സൈറസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കളമശ്ശേരിയുള്ളത്, അവൻ്റെ അടുത്ത് നിന്ന് ഒരു പോളിഷിങ് ചെയ്തിരുന്നു. അതായത് ഫസ്റ്റ് കോട്ടിങ് എന്തായിരുന്നു? സെറാമിക് തന്നെ. അത് കുറച്ച് നാളെയും പോകും, അതിന് ലൈഫ് സ്പാൻ ഉണ്ടല്ലേ. ശരിക്കും ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് വണ്ടിയാണ്. ശരിക്കും നമുക്ക് വണ്ടിയുടെ കണ്ടിട്ട് തോന്നിയാലും സ്ക്രാച്ചും അതായത് പറഞ്ഞത് ഇപ്പം ഒരു മാറ്റം പോലും തോന്നിയിട്ടില്ല. അതാ ചോദിച്ചേ. ശരിക്കും വണ്ടിയുടെ പഴക്കമല്ല, ശരിക്കും നമ്മുടെ യൂസ് ആൻഡ് കിലോമീറ്റർ യൂസ് ആണ് പെയിന്റിന് അല്ലേ. സീറ്റിന് ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴൊരു ഒരു ചുളുങ്ങൂല എന്തായാലും അതൊക്കെ ഉണ്ട് വണ്ടിക്ക്. അതിപ്പോൾ ഏത് വണ്ടിക്കായാലും വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും വേറെ മെക്കാനിക്കൽ കമ്പോണൻസോ അല്ലെങ്കിൽ ഇതിൽ തന്നേക്കുന്ന ഫീച്ചേഴ്സ് ചീത്തയായി പോയോ ഒന്നും ഒരു വിഷയമില്ല. ടയർ ലൈഫ് ഒരു മേജർ ഫാക്ടർ ആണല്ലോ. അത് പറഞ്ഞാൽ വിശ്വസിക്കൂല, ഞാൻ അതിൻ്റെ തെളിവുണ്ട്, എനിക്ക് 5 തരാം. 1,06,000 കിലോമീറ്റർ കിട്ടി എനിക്ക് BF കൊണ്ടിരിച്ച്. ടയറിനോ? ഇതിപ്പോ എത്രാമത്തെ ടയറാണിത്? ഇത് രണ്ടാമത്തെ ടയറോ? അത് ശരിക്കും ആദ്യത്തെ എനിക്ക് 50,000 കിലോമീറ്റർ കിട്ടി. നമ്മുടെ ഡൺലപ്പിന്റെ ടയർ വന്ന് സ്റ്റോക്ക് വന്നു. ഓക്കെ, അതായത് അത് അഡീഷണൽ ആഡ് ചെയ്ത ടയർ അഡീഷണൽ ആഡ് ചെയ്ത് BF കൊണ്ടിരിച്ച് ആഡ് ചെയ്തു. ഇതല്ല, ഈ ടയറല്ല, ഇതിന് കംപ്ലൈന്റ് ഉണ്ട്. ഈ ടയറിന് ഇതിന് മുമ്പ് ഒരു ടയർ ഉണ്ടായിരുന്നു, മെയിൻ USA ടയർ. അന്ന് ഈ താറൊന്നും ഇറങ്ങിയിട്ടില്ല. താറ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവന്മാര് ഈ എന്തോ ഈ നമ്മുടെ റബ്ബറിന്റെ ഒക്കെ പ്രശ്നം വന്ന് ഇതൊക്കെ നിർത്തിപ്പോയില്ലേ, ടയറിന്റെ പരിപാടിയൊക്കെ ഇമ്പോർട്ടിങ് ഭയങ്കര വിലയും കൂടി. ഞാൻ അന്ന് ആദ്യം കൊടുക്കുന്നത് 16 രൂപയ്ക്കാ ഈ സെയിം ടയർ, മെയ്ഡ് ഇൻ USA ടയർ. അന്നൊന്നും അങ്ങനെ ഈ BF കൊണ്ടിരിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇതിന് ഈ പറഞ്ഞില്ല ഓഫ് റോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാർക്കാണ് കൂടുതൽ അങ്ങനെ ഇടാറ് BF കൊണ്ടിരിച്ചൊക്കെ. അത് കഴിഞ്ഞ് അത് ഓടിച്ച് 1,06,000 കിലോമീറ്റർ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അതും ഇനി ഓടുമായിരുന്നു, ഒരു 10,000 ഓടുമായിരുന്നു. പക്ഷെ ഞാൻ തിരുവനന്തപുരം പോണാക്കിയ ടയർ എയർ ഫ്ലാറ്റ് ആയിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ഈ ബാക്കിലെ ടയറായിരുന്നു, ഒരു കുറച്ച് ഓടി എറണാകുളം ചെന്നപ്പോഴേക്കും അതിന്റെ വെടി തീർന്നു. അപ്പൊ മാറ്റിയപ്പോ 4 ഒരുമിച്ച് മാറ്റി. അത് കിട്ടിയത് പണിയാ, ഇത് കിട്ടിയത് മെയ്ഡ് ഇൻ തായ്വാനാ. അതിന് ലൈഫ് കിട്ടിയില്ല. അല്ല, അതിന് ഇതിപ്പോ എനിക്ക് ഒരു 40,000 കിലോമീറ്ററിന്റെ അടുത്ത് ചേഞ്ച് ചെയ്യാൻ, അതായത് 1,50 ഒരു 40,000 ആയിട്ടുള്ള ടയർ. മൂന്നാമത്തെ ടയർ 36 ആയിട്ടുള്ള ടയർ. അത് ഏകദേശം തീർന്നു വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്തത് മാറാറായി. 100 കിലോമീറ്റർ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ടയർ നിൽക്കുന്നല്ലേ. ശരിക്കും ഇതിന്റെ ബോഡി വെയിറ്റ് ഒരു ടയർ തേയ്മാനത്തിന് ഒരു ഫാക്ടർ അല്ലേ? കാര്യം ഇത്ര വെയിറ്റ് ഉള്ള വണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പറയാലോ അല്ലേ. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പോ ഒരു റബ്ബർ നമ്മൾ വാങ്ങിച്ചു, റബ്ബർ മാക്കണ റബ്ബർ നല്ല ക്വാളിറ്റി ഇല്ലാത്ത റബ്ബറാണെങ്കിൽ പെട്ടെന്ന് തീരില്ലേ? സെയിം സാധനം തന്നെ. ഓക്കെ, അപ്പം ടയർ ഞാൻ 1,00,000 കിലോമീറ്റർ ടയറിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഗ്രേറ്റ് ആണ് അല്ലേ. അത് ഒള്ളി സിംഗിൾ ടൈം ഒറ്റ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ അല്ലേ? അത് എനിക്ക് അതേപോലെ നമ്മുടെ ഫോർച്യൂണറിന് മിഷ്ലിന്റെ ടയർ ഇട്ടിട്ട് ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു. മിഷ്ലിന്റെ ഡബിൾ കട്ട വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴല്ല, കുറെ നാൾ മുമ്പ് 2016 17 അതും 1,01,000 കിലോമീറ്റർ കിട്ടിയിരുന്നു. പിന്നെ കാര്യമുണ്ട്, നമ്മൾ ഈ ടയർ അത്ര ഓടി കഴിഞ്ഞിട്ട് വീണ്ടും ആ ടയർ എടുക്കാൻ ചെല്ലുമ്പോൾ ആ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, മെയ്ഡ് ഇൻ USA മെയ്ഡ് ഇൻ തായ്വാനും രണ്ട് വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടിയ സർവീസ് കോസ്റ്റ് മീൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഒരു സർവീസിൽ മീൻസ് ഒരു എക്സ്പെക്ട് ചെയ്യാത്ത എത്ര എമൗണ്ട് വരും? അല്ലെങ്കിൽ അതങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ഒരു ഏറ്റവും കൂടിയ സർവീസ് എമൗണ്ട് എത്രയായിരിക്കും? 20 സംതിങ്. അത് എത്ര ലക്ഷം കിലോമീറ്റർ ആണെന്ന് വല്ല ഓർമ്മയുണ്ടോ? 1,20 സംതിങ് എന്തിനായിരുന്നു? ഓക്കെ, അപ്പോഴാണ് 1,50 അത് ഇത് ചെയ്തു, ഓയിൽ ചേഞ്ച്, ഗിയർ ഓയിൽ മാറ്റി. അപ്പോഴാണ് റേറ്റ് എത്ര കൂടിയെന്നല്ലേ. അപ്പോൾ ശരിക്കും ഇതിന് പീരിയോഡിക്കലി 10,000 തന്നെയാണോ സർവീസ് ചെയ്യുന്നത്? 10,000 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1,000-2,000 കിലോമീറ്റർ അങ്ങോട്ട് കൂടി മറന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് അതിൽ പെർഫോംഡ് വല്ലാണല്ലോ അല്ലേ. ശരിക്കും നമ്മുടെ XUV 90 ഇല്ലേ, അതിപ്പം എത്ര കിലോമീറ്റർ വേണ്ടി? അത് അറൗണ്ട് 6,000 ആയി. 6,000 ആയി അല്ലേ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ഇനിഷ്യൽ ലോക്കൽ ഓടിക്കാൻ? ലോക്കൽ എന്ന് പറഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈ പറഞ്ഞ പോലെ നമ്മുടെ തിരുവനന്തപുരം, ഇത്രയും വരെ പോകാൻ അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ബാംഗ്ലൂർ പോയി.
ബാംഗ്ലൂരുമായിട്ട് നമ്മൾ ഇതൊക്കെ ഓടിക്കുമ്പോൾ നമ്മളെന്തിട്ടാ ഒരു 6 മണിക്കൂർ കൊണ്ടൊക്കെ സിമ്പിളായിട്ട് എത്തും. ആ വണ്ടി എത്താൻ 8.5 മണിക്കൂർ 9 മണിക്കൂർ എടുക്കും. മീൻസ് ചാർജിങ്ങിൻ്റെ ചാർജ് ചെയ്ത് പയ്യെ പോയി പിന്നെ നിർത്തി ഈ പറഞ്ഞ പോലെ മടുത്ത് ഇനി ഐ വി കൊണ്ട് ലോങ് പോവില്ല. ഓക്കെ, അതിപ്പം നമ്മൾ ശരിക്കും IC എഞ്ചിനുമായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ? അല്ലല്ല, അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് നോർമലി പോകുമ്പോൾ ഒരു 150 140 ആ റേഞ്ചിൽ എങ്ങനെ പോയാലും പിടിക്കും. നല്ല റോഡ് വേണ്ട, എങ്ങനെ പോയാലും ഒരു 120 കിട്ടൂലോ എന്തായാലും, അല്ലെങ്കിൽ മോശമല്ലോ. കാരണം മോശമല്ല, നമ്മൾ അതേപോലെ പയ്യെ പോകേണ്ടി വരും വണ്ടിയിൽ. 120 പോവുക അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇത് കുറയണത് ഇങ്ങനെ അറിയാൻ പറ്റും നമുക്ക്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഒരു 350 340 ഒക്കെ കിട്ടുള്ളൂ. കാല് കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ കാല് കൊടുക്കാല്ല, നോർമൽ രീതിയിൽ കാല് കൊടുക്കാന്ന് പറഞ്ഞാൽ 160 പോവായിരിക്കും കാല് കൊടുക്കാന്ന് പറഞ്ഞാൽ. എത്ര ലോങ് പോയാലും നല്ല ഡ്രോപ്പിംഗ് ഉണ്ട്. ലോങ് ആക്ച്വലി EV-നെ കൊണ്ട് EV കുറയുള്ളൂ, കൂടില്ല. നമ്മുടെ ഈ വണ്ടിയൊക്കെ ലോങ് പോകുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടാം, ഇത് കുറയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് XCV6 തോന്നിയ ഒരു ചെറിയൊരു ബഗ്ഗാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്താണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം, ഫോണിൽ പാട്ട് കണക്ട് ചെയ്തു. ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല അതിൽ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, കാർപ്ലേ ഇല്ല. അപ്പം അത് നമ്മൾ ബ്ലൂടൂത്ത് വഴി പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലൂടൂത്ത് വഴി ഞാൻ കേൾക്കൽ കുറവാണ്. അതിൽ നല്ലത് നമ്മൾ മറ്റേ ഫൺ ഫോക്സിൽ മറ്റേ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് വഴി അതിൽ ചെറിയ ഗ്ലിച്ച് ഉണ്ട്, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഈ പറഞ്ഞ പോലെ ഒരു ചിലപ്പോൾ 1000 തവണ 3 പ്രാവശ്യം എടുത്ത് ചെയ്താലേ വരുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓൾറെഡി ഇത് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അവരത് ഈ പറഞ്ഞ പോലെ ചെറിയ ബഗ്ഗുകൾ ഉണ്ടായില്ല. ഇപ്പോൾ ഗിയർ നമ്മളിപ്പോൾ വണ്ടി ഓൺ ആക്കിയിട്ട് ഡിസ്പ്ലേ വൺസ് വന്ന് പിന്നെ ചിലപ്പോൾ ഒന്ന് കട്ടായി പോകും, പിന്നെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഓണായി വരുള്ളൂ. അതൊരു ബഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഗിയർ ഇട്ടിട്ട് ഗിയർ വീഴില്ല, ന്യൂട്രൽ മാത്രമേ കിടക്കുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്യണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ചെറിയൊരു ബഗ്ഗുകളാണ്. പിന്നെ ഒരു ദിവസം നമ്മുടെ പവർ വിൻഡ് വർക്ക് ചെയ്യണ്ടായില്ല, അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ റെഡി ആയി. അങ്ങനെ കുറച്ച് എക്സ്പെക്ടേഷൻസ്. പിന്നെ ഇത്ര ഫ്യൂച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടി വരുമ്പോൾ ശരിക്കും അതിൽ നിന്ന് ഇതിലോട്ടൊരു ക്വസ്റ്റ്യൻ, അതായത് ഇതിന് എന്തെങ്കിലും, അതായത് ഡ്യൂറിങ് ദിസ് 2 lakh കിലോമീറ്റർ എന്തെങ്കിലും ഗിയർ ടൈറ്റ് മീൻസ് ഇടാനുള്ള ലാഗ് അങ്ങനെ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? ഇല്ല, ഇപ്പോൾ എപ്പോൾ എടുത്തോ അതേ സ്റ്റിൽ ദെൻ ആ ഫീലിംഗ് തന്നെയാണ് അല്ലേ, വേറെ ഫീലിംഗും ചെയ്തിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ന്യൂജൻ വണ്ടികളുമായിട്ട് ഇവനെ കടപിടിക്കുന്ന അതേ ഒരു പെർഫോമൻസ് ഈ സാധനത്തിന് ഇപ്പോഴും ആലോചിക്കും. നമ്മുടെ വീട്ടിൽ വണ്ടികൾ നീ കണ്ടല്ലോ, ഈ ഫസ്റ്റ് നോട്ടം പോണേതൊണ്ടില്ല കാര്യം. എവിടെ ചെല്ലുമ്പോഴായാലും ആരെങ്കിലും നമുക്ക് എനിക്ക് ഇതിൽ പോണത് ഇഷ്ടം. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്, നമ്മൾ അന്ന് വണ്ടിയിൽ പോയപ്പം ചോദിച്ചില്ല, ഞാൻ ചോദിച്ചില്ല ഓഫ് റോഡ് ഡിസ്ക് ആണ് ഇട്ടേക്കുന്നത്. ഞാൻ ബ്ലാക്ക് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓഫ് റോഡ് ഡിസ്ക് ആണെന്ന് ചോദിച്ചത്. ഹരിച്ചാൽ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം നോട്ടീസ് ചെയ്ത് ഈ വണ്ടിയുടെ അവിടെ ഇവിടെ ഇതൊക്കെ ഈ സാധനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തു. ഇത് ശരിക്കും ഒതുങ്ങി കിടക്കുമായിരുന്നു, അവിടെ കുറച്ച് ഒതുങ്ങി കിടന്ന വണ്ടിയാണ്. അതാണ്, എവിടെ ചെന്നാലും നമുക്ക് ഇതിൽ ചെല്ലുമ്പോൾ ഒരു സുഖം വേറെയാണ്. അറ്റൻഷൻ്റെ അല്ല, നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ആനപ്പുറത്തിരുന്ന് പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അത് ഇത്രയും അതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു സുഖമല്ലേ. തീർച്ചയായിട്ടും അത് തന്നെ, വേറെ കേസൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല പവറും ഉണ്ട്. ശരിക്കും ഇവന് ആൾക്കാർ പേടിച്ചുകൊണ്ടിരുന്നത് ഫോർഡ് എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പാടാണ്, കാരണം ഫോക്സ്വാഗൺ പോലെയൊക്കെ. അതെന്താ സമയം ഞാൻ പറഞ്ഞില്ലേ, പഴയ എൻഡേവർ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. സർവീസ് കോസ്റ്റും ഇതേപോലെ പാർട്സ് അവൈലബിലിറ്റിയും കംപ്ലൈൻസും ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആരോട് ചോദിച്ചാലും എൻഡേവറിനെ പറ്റി ഒരാളും മോശം പറയില്ല. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നീ ഒന്ന് ആലോചിക്കും, ഇതേപോലെ നമ്മൾ ഓടിച്ചിട്ട് ഇതിലായിട്ടും എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതാണ് ഞാൻ കിള്ളി ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് എന്തെങ്കിലും നോക്ക്, ഒരു തരി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എവിടെ. നമ്മളിപ്പോ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഏത് വണ്ടി എടുത്താലും ടിൻഡു അടിക്കും, ഒരു വീലും ടയറും എന്തായാലും ഇടും. ഈ വണ്ടിക്ക് ഏറ്റവും നമ്മളെപ്പോഴും ഒരു എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഒരു സസ്പെൻഷൻ, ഈ വീല്, ഒരു ടയർ, നല്ല ടയർ, ഈ ടിൻഡ്, ഇത് മതി ഈ വണ്ടി കാണാൻ. വേറൊന്നും വേണ്ട, വേറൊന്നും ചെയ്തിട്ടില്ല, ഇത്ര ചെയ്തിട്ടുള്ളൂ. വേറെ എടുക്കുന്നവരും ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും ചെയ്താൽ മതി. ഈ വണ്ടി വേറെ ലുക്കാവും. ഡ്യൂറിങ് ദിസ് പീരീഡ് 2 ലക്ഷം കിലോമീറ്ററിനകത്താണ് ആണ് ഈ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും എന്തൊക്കെ ഒരു നെഗറ്റീവ്സ് ഫീൽ ചെയ്താലും അത് വരുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞല്ല, നമ്മൾ ഒരു വണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും അത് വേറെ, പണി വരുന്നത് വേറെ, അല്ലെങ്കിൽ ഒരു വഴി കിടക്കുന്ന മീൻസ് ഒരു ഡ്യൂറിങ് ഒരു എഞ്ചിൻ ലൈഫിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വണ്ടി നമ്മൾ മര്യാദയ്ക്ക് കംപ്ലൈന്റ് ഇല്ലാണ്ട് നമ്മൾ എല്ലാ സർവീസും കറക്റ്റായിട്ട് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പിന്നെ നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനങ്ങൾ ഏത് സമയത്ത് ഒന്നും പറ്റാം, അത് നമുക്കൊരു പറയാൻ പറ്റത്തില്ല. ഈവൻ ഷോറൂം സർവീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഇല്ലേ? തീർച്ചയായിട്ടും എല്ലാം ചെക്ക് ചെയ്ത് വരുന്നുണ്ടൊരു ഇതല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ലക്ഷം കിലോമീറ്റർ ആയാലും ഇനി എത്ര ലക്ഷം കിലോമീറ്റർ ഓടിക്കുമെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ആക്ച്വലി ഓട്ടം കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ അത് എടുക്കണവരെ EV എടുക്കണവരെ നമ്മൾ ഭയങ്കര ഓട്ടമായിരുന്നു. ഇതിപ്പോൾ 6000 കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ ആ 6000 കിലോമീറ്റർ ഇത് ഓടേണ്ടതായിരുന്നു. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 2 ലക്ഷം ആയതിനപ്പോൾ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ആ ബാംഗ്ലൂർ പോയപ്പോൾ എത്ര ലാഭിക്കാൻ പറ്റി കമ്പയറിംഗ് ടു ദിസ്? അതൊരു നല്ല പോയിന്റാണ്.
ഈ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 12,000 13,000 ഡീസൽ 1,300 കിലോമീറ്റർ ഓടിയിരുന്നു. 13,000 രൂപ ഡീസൽ വേണം, 10 മൈലേജ് അത്രയും വേണം. ആ വണ്ടിയിൽ 3,200 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. അത്രേ ആയുള്ളൂ. ഓ 1/4 എന്ന് വേണമെങ്കിൽ പറയാം. 3,200 ചാർജ്. അത് വീട്ടിൽ ചാർജ് കൂട്ടാണ്ട് വീട്ടിലൊരു 800 രൂപ ചാർജ് ഉണ്ടാവും ഫുൾ ചാർജ്. അത് കൂടാണ്ട് 3,000 3,200 രൂപ. എന്നാലും 1/3 ആകുന്നുണ്ട്. 3-1 വിധം മാത്രമേ അല്ലേ? എന്താണ് ഈ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു 18 എന്നുള്ള ബെൻസ് BMW പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് 20 മൈലേജൊക്കെ വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 20 മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 5,000 രൂപ ഡീസൽ വരുള്ളൂ. ഓ പകുതിയാവുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ഇവിടെ 10 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിട്ടാണ്. അതെ, ഈ വണ്ടി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ലാഭമുള്ളൂ. മറ്റേ ഇപ്പോൾ BMW ബെൻസ് അല്ലെങ്കിൽ നമ്മൾ അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ. ഇപ്പോൾ നമ്മൾ ചെറുവണ്ടികൾ ഇപ്പോൾ സ്വിഫ്റ്റ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 5,000 രൂപ ഡീസൽ മതി. ഓക്കെ, ശരിയാ. ഒരു ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇത്ര സമയം ലാഭിക്കാം. നമ്മളെ പറയില്ല, നമ്മൾ ട്രെയിനിൽ 6 മണിക്കൂർ 5.5 മണിക്കൂർ കൊണ്ട് ഓടി എത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ നമുക്ക് ഇത്ര സമയമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഘാവും. പിന്നെ ഒരു ഇതിലും നമുക്കൊന്ന് പെട്ടെന്ന് സ്പീഡിൽ പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ കാല് കൊടുത്താൽ തീർന്നു, മൈലേജ് കുറയും. ജസ്റ്റ് നമുക്കൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലേ? എന്നുള്ള മഴ നമ്മളെ ചതിച്ചു. അവസാനം ക്ലോസിംഗ് സെക്ഷനിലോട്ട് വന്നപ്പോൾ അപ്പോൾ സി ഓഫ് ഇവിടെ നിന്ന് എടുക്കാം. നല്ല പടം. ശരിക്കും ഞാൻ ജസ്റ്റ് ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വൈപ്പറിന്റെ സെൻസിങ് അല്ലേ? അതൊരു ഈവൻ മഴ വരുന്നതിനനുസരിച്ച് തന്നെ അതില് ഞാൻ പറയാം. ഇപ്പൊ വൈപ്പർ സെൻസിങ് അത് എനിക്ക് അതിൽ മറ്റേ ഇല്ല കേട്ടോ, ഓട്ടോമാറ്റിക് മറ്റേ ഫോർച്യൂണറിൽ മറ്റേ നമ്മുടെ എക്സിവിലുണ്ട്. എക്സിവിലുള്ള സാധനം ഇത്ര ആക്യുറേറ്റ് അല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മറ്റേതില് തോന്നണ പോലെ അതിന് ആകെ ഒരു സ്പീഡ് സെൻസർ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അതില് ശരിക്കും നമ്മൾ എപ്പോഴും ഇനി ഈവൻ SUV ആണെങ്കിൽ ഇത് കമ്പയർ ചെയ്യുന്ന ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് വൈസ് ആണല്ലേ? ആ ഒരു കമ്പാരിസൺ നമുക്ക് ശരിക്കും അതുമായിട്ട് ഇൻഡോർ ഇതുണ്ട്, ഇതിനതില്ല, അല്ലെങ്കിൽ ഇതിന് അത്ര ആക്യുറേറ്റ് ആണ് അല്ലേ? ആ ഒരു ഇതോട്ട് വരുന്നുണ്ട്. അതെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. മീൻസ് ഈ സെഗ്മെന്റിൽ. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ ഒരു ടേണിങ് നീ ഇപ്പൊ നോർമൽ ഇപ്പൊ വണ്ടി ഇപ്പൊ ഒരു 40 കിലോമീറ്റർ സ്പീഡിലാണ്. അത് നമ്മളൊരു 60 ഈ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ടേണിംഗ് ആണ്. ഇത് തന്നെ ഒരു 60 80 വന്നെടുത്താലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവില്ലാണെങ്കില്ല. സ്റ്റെബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഈ ഇതിട്ടേ. പിന്നെ അത് ഇല്ലാണ്ടും ഉണ്ട്, ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലാണ്ടും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്. ശരി, ഇവന് ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഈവൻ 100 ക്ലോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇച്ചിരി സ്പീഡ് സ്ലോ അല്ലേ? മീൻസ് ഇത്രയും വലിയ വണ്ടിയല്ലേ, അപ്പൊ അതിന്റേതായ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോ മിഡ് റേഞ്ചിൽ നിന്ന് നമ്മളിപ്പോ സ്പീഡ് കയറാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിക്കോളും. 0 to 100 എത്താനാണ് ഒരുപാട്. ഒരു നമ്മളൊരു 40 അല്ലെങ്കിൽ 60 നമ്മൾ കയറാനാണെങ്കിൽ വണ്ടി എളുപ്പമാണ്. ഞാൻ 200 ടച്ച് ചെയ്തിട്ടുണ്ട്. എന്റെ വീഡിയോ ഉണ്ട്, തരില്ല കാണിച്ചു തരാം പേഴ്സണലി, പക്ഷെ തരൂല. അത് ബാംഗ്ലൂർ റോഡില് നൈസ് റോഡിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 200 നമ്മൾ കോൺഫിഡന്റ് ആണ്. ഞാൻ പറഞ്ഞ ഇപ്പൊ എന്റെ വണ്ടിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 100 മണ്ടേ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ആങ്സൈറ്റി ആണ്. വണ്ടിക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള ഫീല്. ഒരു 120 130 കയറണം. അല്ല, ഒരു 180 കഴിഞ്ഞാൽ പിന്നെ ടേൺ എടുക്കുന്ന കാര്യം, 160 കഴിഞ്ഞാൽ ടേൺ എടുക്കുന്ന കാര്യം ചിന്തിക്കണ്ട. ഞാൻ 160 വരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ടേണിൽ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല. 140 160 റേഞ്ച് വരെ. അത് കഴിഞ്ഞാൽ ടേൺ എടുക്കുന്ന ഇത് സ്ട്രേറ്റ് തന്നെ. നൈസ് റോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്ട്രേറ്റ് ആണല്ലോ. നമുക്ക് അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റ് ആണ്. ആ റോഡിലാണ് പിടിച്ചിട്ടുള്ളൂ. നമ്മുടെ റോഡില് നമ്മുടെ ഇവിടെ നിന്ന് നമ്മള് സേലം ആ റോഡില് ഒരു 190 വരെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതല്ല, നമ്മൾ തിരിക്കുന്ന ഇതൊക്കെ ബ്രേക്കിംഗ് അതൊക്കെ സെക്കൻഡറി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ വെന്യൂ ആണെങ്കിൽ റോഡിൽ നിന്ന് നമുക്കറിയാം റോഡ് കോൺടാക്ട് ഇല്ല, ടയറുമായിട്ട് കോൺടാക്ട് ഇല്ല. മീൻസ് നമുക്ക് സ്റ്റിയറിംഗിൽ ആ ഒരു ഇതറിയാൻ പറ്റും, സാധിക്കും. മീൻസ് സ്റ്റിയറിംഗ് കയ്യിലില്ല, ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ജസ്റ്റ് ആൾ വേണം. 140 ഞാൻ എനിക്ക് ഫീൽ ചെയ്ത ഇതാണ് വെന്യൂവിന്. പക്ഷെ ഇതിന് ആ ഒരു 200 പോയപ്പോ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചേ? 200 പോയപ്പോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. അത് വെയിറ്റ് ഭയങ്കര ഫാക്ടറാണ്. വെയിറ്റ് ഇല്ലാണ്ടുള്ള വണ്ടി നമ്മളൊരു സ്വിഫ്റ്റ് എടുത്തിട്ട് അങ്ങനെ പോകാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും, പക്ഷെ ചിലപ്പോൾ പണി കിട്ടും. കുറ്റം പറയാൻ പാകത്തിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മൈലേജ് ആണെങ്കിലും പലരും പറയും അവർക്ക് ഇപ്പൊ 8 7 6 കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് വണ്ടിയിൽ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാനിപ്പോ ലോങ് പോയിട്ട് കുറെ നാളായി. ഇപ്പോഴും കാണിക്കണത് ഈ പറഞ്ഞ 8.5 9 കാണിക്കുന്നുണ്ട് നോർമൽ ഇതില്. കുറെ നാളായിട്ട് ഇത് പോയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഡ്രൈവർമാരുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഡ്രൈവർമാരല്ല നമ്മുടെ ഫ്രണ്ട്സ് പിള്ളേർ തന്നെയായിരുന്നു. അപ്പൊ അവരുണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ബെൻസ് എന്ന് പറഞ്ഞാൽ അവൻ ഓടിക്കുമ്പോൾ ഒരു 11 ഒക്കെ കിട്ടും, ഞാൻ ഓടിക്കുമ്പോൾ 11 11.5 കിട്ടും.
അപ്പൊ തോമസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന സമയത്ത് 13 പേര് കിട്ടുന്നുണ്ട്. എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എത്തുന്നേക്കാളും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ എത്തുള്ളൂ തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരം യൂഷ്വലി എല്ലാ വീക്സും പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിന്റെ നിനക്ക് വീഡിയോ ആണെങ്കിൽ ഞാൻ തരാം. എൻ്റെ ഫോൺ നോക്കി കഴിഞ്ഞാൽ 13 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് 10 കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. ഫോർച്യൂണർ ഓൾറെഡി ഫോർച്യൂണർ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 2 ലക്ഷം കിലോമീറ്റർ ഫോർച്യൂണർ ഓടിച്ചു. അതിൽ നിന്ന് ഇതിൽ റൈഡിങ് കംഫോർട്ട് ഈവൻ പെർഫോമൻസ് വൈസ് ഫീൽ ചെയ്തേക്കുന്ന അന്ന് ഫോർച്യൂണർ ഉണ്ടായിരുന്നുള്ളൂ. ഏത് 2013 നമ്മൾ എടുക്കുമ്പോ അന്ന് നമ്മൾ ആ ടൈപ്പ് 2 വന്നപ്പോ എടുത്തതാ. അത് നല്ല വണ്ടിയായിരുന്നു. എനിക്ക് ആ മോഡലാണ് ഇപ്പോഴും ഇഷ്ടം. ഞാൻ വിലക്കുള്ളൂ 26 ലക്ഷം രൂപ. ആ വിലക്ക് ഫോർച്യൂണർ ഒരു 30-35 ലക്ഷം രൂപ ഈ വണ്ടി ഇറങ്ങി. വണ്ടി സൂപ്പർ വണ്ടിയാണ്. അതായത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി. പക്ഷെ ഈ വില കൂടിയപ്പോ ഉള്ള പ്രശ്നം മാത്രമേ ഉള്ള വണ്ടിക്ക് വേറൊന്നും നമുക്ക് പറയാനില്ല. 2018 മുതൽ അതേ സാധനം തന്നെ അവർ കൊടുക്കണു. അതേ ഇത് തന്നെ ആ വില. 2018 30-32 ലക്ഷം 35 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വണ്ടി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ അന്ന് പൈസ കൂടിയെന്നല്ലാണ്ട് ഒരു സാധനം അതിൽ കൂടിയിട്ടില്ല. ഈ എടുക്കുന്ന മീൻസ് എന്നോട് എടുക്കുന്ന കാലഘട്ടത്തിൽ ഫോർച്യൂണറിനേക്കാളും വില കുറവല്ലായിരുന്നോ? അതെ 35-36 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു ഒറ്റ കയറ്റില് കയറി 60 ലക്ഷം രൂപ വരെ കൊണ്ടുള്ള ജനറൽ എത്തിച്ചു 63 ലക്ഷം രൂപ വരെ. അപ്പൊ നമ്മളിവിടെ കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററിന്റെ ഒരു ജേർണിയിലാണ്. കാര്യം വെച്ചാൽ ഇപ്പം ബ്രോയെ സംബന്ധിച്ചോളം ബ്രോ ഇപ്പോൾ ഓൾറെഡി ഫോർച്യൂണർ യൂസ് ചെയ്താണ്. ഇപ്പൊ ഓൾറെഡി ഫോർച്യൂണർ ഉണ്ട്. എന്നിരുന്നാലും എൻഡവർ എന്നുള്ളൊരു കൺസേൺ മാത്രമേ. അതാണ് നമ്മുടെ എൻഡവർ എന്തുകൊണ്ട് വ്യത്യസ്തനായി നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. എൻഡവർ ഈസ് ഓൾവേസ് സ്പെഷ്യൽ അല്ലേ? ഓക്കെ. അപ്പൊ എന്നാണെങ്കിലും ഇത്രയും വലിയൊരു നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ തന്ന നിഖിൽ ബുൾഡോസർ ബ്രോ അല്ലേ അഗൈൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം യാത്രയിലെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് അല്ലേ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്നാണ് താങ്ക്സ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. നമുക്കൊരു ലോങ് റേഞ്ചിൽ നമ്മുടെ XCV 90 ഒക്കെ ഫ്യൂച്ചറിൽ ചെയ്യാല്ലേ? അപ്പോൾ ഉടനെ തന്നെ ഒരു 10K 20K കിലോമീറ്റർ അടിക്കും തോന്നുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ. 90 ഏകദേശം ഇനി അടിക്കേണ്ടി വരും. കാരണം ഇപ്പൊ വർക്കുകൾ പിന്നെയും തൃശ്ശൂരും പാലക്കാടും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ എന്നാണെങ്കിലും അതും നമുക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും നിൽ ബ്രോയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വേണ്ടി ചെയ്യാം.